അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അള്ളാഹു നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാകട്ടെ. ഒരുപാട് ഉമ്മമാരെ, ഒരുപാട് ഉപ്പമാരെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകി സന്തോഷമുള്ള റാഹത്തുള്ള ഒരു ജീവിതം അള്ളാഹു അവർക്കും നമുക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ഒരുപാട് സമ്പാദിക്കുന്നവരാണ്, ഒരുപാട് ജോലി ചെയ്തുകൊണ്ട് ഒരുപാട് സമ്പാദിക്കുന്നവരാണ്, അതുപോലെ തന്നെ ബിസിനസ് ചെയ്ത് ഒരുപാട് സമ്പാദിക്കുന്നവരാണ്. ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൽ പല ഏർപ്പാടുകളിൽ നമ്മൾ ഒരുപാട് സമ്പാദ്യങ്ങൾ കണ്ടെത്തുന്നവരാണ്. നമ്മൾ എത്ര സമ്പാദിച്ചു കഴിഞ്ഞാലും അതൊന്നും നമുക്ക് ഉപകരിക്കാതെ വരിക, നമുക്ക് ഹൈറായ മാർഗത്തിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയാതെ വരിക. നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ട് നമ്മൾ ഒരുപാട് സമ്പാദ്യം കൊണ്ടുവരും, നമ്മൾ ഒരുപാട് സമ്പാദിക്കും. ഈ സമ്പാദിച്ചതൊന്നും ഒരു നല്ല മാർഗത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്കോ അതല്ലെങ്കിൽ നമുക്കോ ഉപകരിക്കാതെ വരിക. ജീവിതത്തിൽ ഒരു ഉയർച്ച ലഭിക്കാൻ, ജോലികളിൽ ബറക്കത്ത് ലഭിക്കാൻ, അതുപോലെ തന്നെ നമ്മൾ ബിസിനസ്സുകളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സമ്പാദ്യം, ജോലികളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സമ്പാദ്യം, ഇത് നമുക്ക് ഹൈറായ രൂപത്തിൽ നമുക്ക് ഉപകരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ ഘട്ടങ്ങളായി നമുക്ക് വിജയം ലഭിക്കാനും നമുക്ക് ഉന്നതിയിലെത്താനും ഉപകരിക്കുന്ന ഒരു അമലാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മുടെ മജ്ലിസിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിൽ അള്ളാഹുവുമുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലുമുണ്ട്. റഹ്മാൻ എന്ന പദം പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ കേൾക്കുന്നത് പോലെ അത് അള്ളാഹുവിന് മാത്രമുള്ള അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ്, അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ റഹീം എന്ന പദം അത് അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ഉള്ളതാണ്. അതുകൊണ്ട് ബിസ്മിയിൽ അള്ളാഹുവുമുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലുമുണ്ട്. അഥവാ ബിസ്മിയിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തുമുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റഹ്മത്തുമുണ്ട്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? പരിശുദ്ധമാക്കപ്പെട്ട തൗബ സൂറത്തിൽ ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. നിങ്ങൾ സങ്കടപ്പെടുന്നത് കാണാൻ കഴിയാത്ത, നിങ്ങൾ വിഷമിക്കുന്നത് കാണാൻ കഴിയാത്ത, നിങ്ങൾ പ്രയാസപ്പെടുന്നത് കാണാൻ സാധിക്കാത്ത, അത് കാണാൻ കഴിയാത്ത ഒരു പ്രവാചകൻ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ആ പ്രവാചകൻ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് റഊഫാണ്, അതുപോലെ തന്നെ റഹീമാണ്. റഹീം എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്, നമുക്ക് കാരുണ്യമാണ്. നമുക്ക് കാരുണ്യമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലേക്ക് ഇറങ്ങിയത്. ഈ ആയത്തിൽ റഹീം എന്ന സിഫത്ത്, റഹീം എന്ന പ്രത്യേകത അള്ളാഹുവിൻ്റെ റസൂലിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിസ്മിയിൽ അള്ളാഹുവുമുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലുമുണ്ട്. ഈ ബിസ്മി കൊണ്ടുള്ള ഒരു അമലാണ് ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ ആയത്ത് നമ്മൾ 35 തവണ ഒരു വെള്ളക്കടലാസിൽ നമ്മൾ എഴുതുക. ഇത് എഴുതേണ്ട രൂപം നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ അക്ഷരങ്ങളായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മുടെ വീഡിയോയുടെ ആദ്യത്തിൽ അത് എഴുതേണ്ട രൂപം നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ 35 തവണ നമ്മൾ ഇത് എഴുതുക. ഇത് എഴുതിയതിൻ്റെ ശേഷം ഇതിൽ നമ്മൾ ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഊതുക. ഊതിയതിൻ്റെ ശേഷം ബറക്കത്തില്ലാത്ത വീടുകളാണെങ്കിൽ ആ വീടുകളിൽ ഇത് സുരക്ഷിതമായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ ബറക്കത്തില്ലാത്ത, കച്ചവടങ്ങൾ നടക്കാത്ത ഷോപ്പുകളാണെങ്കിൽ ആ ഷോപ്പുകളിൽ ഇത് സുരക്ഷിതമായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ അമല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഉയർച്ച ലഭിക്കാൻ,
ഓരോ ഘട്ടം ഘട്ടങ്ങളിലായി നമ്മൾ ഉന്നതിയിലേക്ക് എത്താൻ, നമ്മൾ സമ്പാദിക്കുന്ന സകല സമ്പാദ്യവും നമ്മിലേക്ക് ഉപകരിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബം നമുക്ക് ഉപകരിക്കാൻ, നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കാൻ, നമുക്ക് അള്ളാഹു നൽകിയ, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് നമുക്ക് ലഭിച്ച എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം ഘട്ടം ഘട്ടങ്ങളായി നമുക്ക് ഉയർച്ച ലഭിക്കാൻ വേണ്ടി ഈ അമലി 35 തവണ, ഈ ആയത്തെ 35 തവണ നമ്മൾ ഒരു വെള്ളക്കടലാസിൽ എഴുതിയതിൻ്റെ ശേഷം നമ്മൾ അത് നമ്മുടെ പേഴ്സുകളിലോ അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ നമ്മൾ സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കുക. ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് വെച്ചടി നമുക്ക് ഉയർച്ച ലഭിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ 35 എന്ന അദദിന് ഒരു പ്രത്യേകതയുണ്ട്. ദിവസങ്ങളെ നമ്മൾ 7 എണ്ണമായിട്ടാണല്ലോ എണ്ണുന്നത്. ഞായർ, തിങ്കൾ, ചൊവ്വ എന്നിങ്ങനെ 7 ദിവസങ്ങളാണല്ലോ. ഈ 7 ദിവസങ്ങളിലും അള്ളാഹു നമുക്ക് 5 അനുഗ്രഹങ്ങളിൽ അള്ളാഹു ഉയർച്ച നൽകും. അള്ളാഹു നമുക്ക് നൽകിയ വായു, വെള്ളം, വെളിച്ചം, അതുപോലെ തന്നെ അള്ളാഹു നൽകിയ ആരോഗ്യം, അള്ളാഹു നൽകിയ ഇസ്സത്ത്, ഈ 5 അനുഗ്രഹങ്ങളിൽ അള്ളാഹു നമുക്ക് ഉന്നതി നൽകും. ഈ 5 × 7 35 എന്ന അദദായിട്ട് നമ്മൾ ഇതിൻ്റെ അദദ് എണ്ണുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 7 ദിവസങ്ങളിലും അഥവാ ഈ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ഈ 5 അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു നമുക്ക് ഉന്നതി നൽകി കഴിഞ്ഞാൽ, ഇസ്സത്ത് കൊണ്ട് നമുക്ക് അള്ളാഹു ഉന്നതി നൽകി കഴിഞ്ഞാൽ ആ മനുഷ്യന് പിന്നെ മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരൂല. സാമ്പത്തികമായ ഒരു പ്രയാസങ്ങൾ ആ മനുഷ്യന് വരൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആരോഗ്യത്തിൽ അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലുകളിൽ നമുക്ക് സമ്പാദ്യം കൊണ്ടുപോയി ചെലവാക്കേണ്ട അവസ്ഥ വരൂല. അതുപോലെ അടിക്കടിക്ക് വരുന്ന അസുഖങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകും. അതുപോലെ തന്നെ വായു, വെള്ളം, വെളിച്ചം, ഇവയുടെയൊക്കെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വായു ഒരു സമയത്ത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ആ വായുവിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് ആളുകളെ നമ്മൾ വെന്റിലേറ്ററുകളിൽ ഓക്സിജൻ കൊടുത്ത് കിടക്കുന്നത് കാണാൻ സാധിക്കുമല്ലോ. വായു ആ മനുഷ്യന് ഉപകാരപ്പെടുന്നില്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ വെള്ളം കിട്ടാതെ വെള്ളത്തിന്റെ വില അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യം, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ ഒരു റഹ്മത്തെങ്ങാനും അള്ളാഹു തടഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ കണ്ണവന് ഉണ്ടാകുന്ന സമയത്ത് ആ കണ്ണിന്റെ വില അവന് മനസ്സിലാകൂല. ആ കണ്ണങ്ങ് നഷ്ടപ്പെടുന്ന സമയത്ത് ആ കണ്ണിന്റെ വില അവന് മനസ്സിലാകും. അത് രൂപത്തിൽ തന്നെ ഇന്ന് നമുക്ക് വായു, വെള്ളം, വെളിച്ചം സകലം അള്ളാഹു നൽകിയിട്ടുണ്ട്. സമ്പത്ത് അള്ളാഹു നൽകിയിട്ടുണ്ട്. ആരോഗ്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ 5 നിഅമത്തിന്റെയും വില നമുക്ക് മനസ്സിലാകൂല. ഈ 5 നിഅമത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ അള്ളാഹു തടയുമ്പോൾ ഇതിന്റെ വില നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 5 നിഅമത്തുകളിൽ പരിശുദ്ധമാക്കപ്പെട്ട ഈ ബിസ്മിയുടെയും ഈ ബിസ്മിയിൽ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിന്റെ റഹ്മത്തിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെ റഹ്മത്തിന്റെയും ഒരു പോരിശ കൊണ്ട്, ഒരു ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സകല പ്രയാസങ്ങൾക്കും സകല പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകി സന്തോഷമുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.